ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർമാർക്കറ്റിൽ അഗ്നിബാധ 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. പുല്ലൂർ പൊതുമ്പച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് കായലിൽ നിന്നും പുല്ലൂർ പൊതുമ്പച്ചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. കുണ്ടന്നൂരിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. 16 വളർത്തുകോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി തൂണുകൾ ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. KECB കരാർ ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി കാടുകുറ്റിയിലെ സൂപ്പർമാർക്കറ്റിൽ അഗ്നിബാധ. കാടുകുറ്റി ജംഗ്ഷനിലുള്ള ഹയ സൂപ്പർമാർക്കറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു തീപിടുത്തം. സൂപ്പർമാർക്കറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സൂപ്പർമാർക്കറ്റ് ഉടമകളെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ചാലക്കുടിയിൽ നിന്ന് എത്തിയ അഗ്നിശമന വിഭാഗം അരമണിക്കൂറിനകം തീയണച്ചു. പച്ചക്കറി വിഭാഗം പ്രവർത്തിച്ചിരുന്നിടത്താണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സീനിയർ ഫയർ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുല്ലൂർ പൊതുമ്പച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മുരിയാട് കായലിൽ നിന്നും മൂരിക്കോൾ വഴി പുല്ലൂർ പൊതുമ്പച്ചിറയിലേക്ക് നേരിട്ട് വെള്ളമെത്തിച്ച് പൊതുമ്പച്ചിറയുടെ ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പുല്ലൂർ ഊരകം പ്രദേശങ്ങളിൽ ശുദ്ധജലത്തിനും കൃഷിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ നിലവാരം ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടമായാണ് പദ്ധതി പൂർത്തീകരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം നിഖിത അനൂപ് അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് ചുങ്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂരിൽ വളർത്തുകോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള 16 കോഴികളെയാണ് കഴുത്തൊടിഞ്ഞ് ചത്ത നിലയിൽ കണ്ടത്. വീടിനോട് ചേർന്ന കൂടിന്റെ ഇരുമ്പ് നെറ്റുകൾ തകർത്താണ് കോഴികളെ കൊന്നൊടുക്കിയത്. 1 ദിവസം പ്രായമായ കോഴിക്ക് 37 രൂപ നിരക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. 5 ദിവസം മുൻപ് 43 കോഴികളെ കൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി തൂണുകൾ ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. KECB കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് തലയ്ക്കും കാലിനും പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഷമീം, മേളിയിൽ വീട്ടിൽ ആമിനു റാബിയ എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷമീറിനാണ് കുത്തേറ്റിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. 2 ബൈക്കിലായെത്തിയ 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസ് എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഫഹദ്, താനിഫ്, അസ്ലം, യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി. രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്ന ടൈമിലായിരുന്നു. ഇക്കാകും വീട്ടിലും അനിയനും ഇവിടെ ഭക്ഷണം കഴിക്കായിരുന്നു. അമ്മയൊക്കെ അകത്തിരിക്കുന്നുണ്ട്. ഞാനവിടെ പുറത്ത് പോയി. ആ ടൈമിൽ ഇവർ വേളം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വേളം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ഉമ്മാനെ കൈ പിടിച്ച് വലിച്ച് പുറത്തിട്ട് അമ്മായിനെ വലിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഇക്കാനെ ചവിട്ടിക്കാ വീണു. ആ വീണോടുത്തിട്ടിട്ടാണ് കുത്തി. മണലൂർ മണ്ഡലം നവകേരള സദസ്സിൽ വിവിധ ബഹുജന സംഘടനകൾ നൽകിയ പരാതികൾക്ക് ലഭിച്ച മറുപടി കത്തുകൾ കത്തിച്ച് പാവറട്ടിയിൽ പ്രതിഷേധം. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതികൾക്ക് കിട്ടിയ മറുപടികൾ കുടിയിറക്കപ്പെടുന്ന കുടുംബങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത ജനവഞ്ചനയ്ക്ക് MLAയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തുകളും കൂട്ടുനിൽക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ,
പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് AJ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ നാസർ കരീം, ജോഷി കൊമ്പൻ, UK രാധാകൃഷ്ണൻ, അബ്ദുൾ അസീസ്, റാഫേൽ PI, ഷൌക്കത്ത് ME, ജസ്റ്റിൻ ജോസ്, അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ കുരിക്കാട്, മധു KV, ആർട്ടിസ്റ്റ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാറാഫേൽ തട്ടിലിന് മാതൃഇടവകയിൽ നാളെ സ്വീകരണം നൽകും. വ്യാകുലമാത ബസലിക്കയിൽ ഉച്ചതിരിഞ്ഞ് 3-നാണ് സ്വീകരണം. ഇതിന്റെ ഭാഗമായി വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുക്കും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് നടത്തി. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവ നാളുകളിൽ നഗരം ഗതാഗതക്കുരുക്ക് മൂലം സ്തംഭനാവസ്ഥയിലാകും. വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി TM നാസർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. മേത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ജോണി, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KP സുനിൽകുമാർ, KV ബാലചന്ദ്രൻ, KH വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി സ്വദേശി താഴത്തേതിൽ വീട്ടിൽ അഭിലാഷിനാണ് പരിക്ക്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നതിനായി പെരുമ്പിലാവിൽ ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നിർത്തിയിട്ട ലോറി ശ്രദ്ധിക്കാതെ പുറകിലെത്തിയ ബൈക്ക് യാത്രികൻ ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാണിയമ്പാറ പൊട്ടിമട പറക്കുന്നേൽ ദിബീഷാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മുടപ്പല്ലൂരിന് സമീപം ദിബീഷ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 2 കാലിന് ഗുരുതര പരിക്കേറ്റു. യുവാവിന്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. നമ്മുടെ പൊട്ടിമട നിവാസിയായിട്ടുള്ള രാധാകൃഷ്ണന്റെ മകൻ ദിബീഷ് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സാഹചര്യം അനുസരിച്ച് കൂലിപ്പണിക്കാരനായിട്ടുള്ള ദിബീഷിന്റെ വീട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബില്ല്. വീട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ, ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഈ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ദിബീഷിനെ സഹായിക്കാൻ ആവശ്യമായ സഹായം ചോദിക്കുകയാണ്. സുമനസ്സുകൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വാണിയമ്പാറ ശാഖയിലെ അക്കൗണ്ടിലേക്ക് ചികിത്സാ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. വടക്കേമഠം ബ്രഹ്മസ്വം വേദിക് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് സുബ്ബരാമ പട്ടർ എൻഡോമെന്റ് വ്യാഖ്യാർത്ഥ സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് PP പരമേശ്വരൻ, ഡോക്ടർ CM നീലകണ്ഠൻ എന്നിവർ ദീപോജ്വലനം നടത്തി. പ്രൊഫസർ എണ്ണാഴി രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PM ദാമോദരൻ, പ്രൊഫസർ കൃഷ്ണകുമാർ, ഡോക്ടർ S ശാരദ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭാ വികസന സെമിനാർ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ OR ഷീല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് ബഷീർ, ജമീല B, സ്വപ്ന എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പാറമ്പാടത്ത് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വട്ടമാവ് സ്വദേശികളായ നീലിയാട്ടിൽ വീട്ടിൽ അജിത്, ഫഹദ്, പെരുമ്പിലാവ് സ്വദേശി പൊക്കാരത്ത് വീട്ടിൽ മുസവീർ എന്നിവർക്കാണ് പരിക്ക്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടർ. പെട്ടെന്ന് തിരിച്ചതോടെ പുറകിലെത്തിയ ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണവേലയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ദേവസ്വം ഓഫീസർ O കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി. പൂരം കമ്മിറ്റി പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത് ആദരിച്ചു. സെക്രട്ടറി ജിഷ്ണു പന്തക്കൽ, ട്രഷറർ ഗിരി മാരാത്ത്, പൂരം കോർഡിനേഷൻ ചെയർമാൻ സുധി പന്തക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 19-നാണ് ഭരണവേല. ടാൻ തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശില്പശാലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ റൂറൽ ഹെൽത്ത് ഓഫീസർ PK രാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, എരുമപ്പെട്ടി DLC സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ S ദിവ്യ എന്നിവർ പങ്കെടുത്തു.
പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയും തൈപ്പൂയ മഹോത്സവവും 16 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 21-ന് രാവിലെ 10:15-നും 10:55-നും മധ്യേ കൊടിമര പ്രതിഷ്ഠ നടക്കും. 22-ന് വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. 26-ന് തൈപ്പൂയം ആഘോഷിക്കും. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ MK മോഹൻദാസ്, MG നളിനൻ, EK വേണുഗോപാൽ, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ KK ബാബുരാജൻ, PK ചന്ദ്രബാബു, കോർഡിനേറ്റർ സന്തോഷ് കളാന്തറ എന്നിവർ പങ്കെടുത്തു. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ വാർഷികാഘോഷം പത്മശ്രീ MK കുഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജ്, സംസ്ഥാന ചലച്ചിത്ര ബാലതാരം അവാർഡ് ജേതാവ് മാസ്റ്റർ ഡാവിഞ്ചി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ PV ഗോപിനാഥൻ, പ്രധാന അധ്യാപകൻ PR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രചര ചാവക്കാട് UAE ഒരുക്കുന്ന പ്രചര സൂപ്പർ ലീഗ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോണും ജോയിന്റ് സെക്രട്ടറി ജിബി ബേബിയും ചേർന്ന് നിർവഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അനീഷ്, ബക്കർ, പ്രചര ചെയർമാൻ KV സുശീലൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ കോച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നാളെയാണ് ഫുട്ബോൾ ടൂർണമെന്റ്. ഏറെ കൗതുകകരവും അതേസമയം ശ്രമകരവുമായ വിനോദമാണ് സ്ട്രിംഗ് ആർട്ട് അഥവാ പിൻ ആൻഡ് ത്രെഡ് ആർട്ട്. ആണിയും നൂലും കൊണ്ട് മിഴിവാർന്ന ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന കലയാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഗണിതശാസ്ത്ര ആശയങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി മേരി എവറസ്റ്റ് ബോൾ രൂപകൽപ്പന ചെയ്ത കർവ് സ്റ്റിച്ച് പ്രവർത്തനമാണ് സ്ട്രിംഗ് ആർട്ടിന്റെ ആദ്യ മാതൃക. ബഹുഭൂരിപക്ഷം കലാകാരന്മാരും വളരെയധികം സമയം ചിലവഴിച്ച് കൈകൊണ്ടാണ് സ്ട്രിംഗ് ആർട്ട് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എഞ്ചിനീയറായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് അഖിൽ സ്വന്തമായി ഒരു സ്ട്രിംഗ് ആർട്ട് മെഷീൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സ്ട്രിംഗ് ആർട്ട് മെഷീനാണ് ഇതെന്ന് അഖിൽ പറഞ്ഞു. ഞാനൊരു വട്ടം സ്ട്രിംഗ് ആർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നോർമൽ മാനുവലി കൈ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു നല്ല ടൈം ഇരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. പിന്നെ കുറേ നേരം ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നമ്മൾ ചുറ്റണം. അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് അത്രയും എഫേർട്ട് കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഞാനത് വർക്ക് ഉപേക്ഷിച്ചു. പക്ഷെ എനിക്കത് വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യണം എന്നുള്ള അങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്തത്. തന്റെ ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും വിനിയോഗിച്ചാണ് അഖിൽ ഈ യന്ത്രം തയ്യാറാക്കിയത്. ബിടെക് വിദ്യാർത്ഥിയായിരിക്കെ ദോശയും പഴംപുരിയും ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അഖിൽ ശ്രദ്ധേയനായിരുന്നു. കോവിഡ് കാലത്ത് അഖിലും സുഹൃത്തുക്കളും ചേർന്ന് മാസ്ക് വെൻഡിംഗ് മെഷീനും സാനിറ്റൈസർ ഡിസ്പെൻസറും നിർമ്മിച്ചിരുന്നു. പുതിയ യന്ത്രത്തിന്റെ സഹായത്തോടെ നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് നൂലുകൊണ്ടുള്ള ചിത്രങ്ങൾ ഉരുക്കാനാകും. ശ്രമകരമായ സ്ട്രിംഗ് ആർട്ടിനെ എളുപ്പവും വേഗത്തിലുമാക്കുന്നതാണ് ഈ യന്ത്രം. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗിയെ കാണുവാനില്ല. കൊടകര വാർഡിൽ താമസിക്കുന്ന പെരുമ്പിള്ളി വേലായുധൻ മകൻ ഉണ്ണിക്കുട്ടനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. ഇയാളെ കണ്ടുകിട്ടുന്നവർ മുളകുന്നത്തുകാവ് സ്റ്റേഷനിലോ കൊടകര സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പുന്നയൂർക്കുളം പഞ്ചായത്തും സംയുക്തമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡലുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന സദസ്സ് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീനിയർ ബോയ്സിൽ വെങ്കലം നേടിയ മുഹമ്മദ് ഹനാൻ ബിൻ, സംസ്ഥാന കബഡി സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ കൃഷ്ണപ്രിയ, കൃഷ്ണനന്ദ, അനാമിക ജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികാഘോഷം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഠനരംഗത്തും പഠനേതര രംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടിയുമായി പുലിപ്പുറം വിളക്ക് സെറ്റ് ഭാരവാഹികൾ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും 60 വർഷക്കാലമായി തങ്ങളുടെ ഗുരുനാഥന്മാർ നടത്തിവന്നിരുന്ന രീതിയിലാണ് വെങ്ങാനല്ലൂരിലും വിളക്ക് നടത്തിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന വിവാദ പരാമർശങ്ങൾ ബോധപൂർവം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുലിപ്പുറം വിളക്ക് സെറ്റ് ആശാൻ PN രാജു, അംഗങ്ങളായ KU ഷാജി ശർമ്മ, MU കൃഷ്ണൻകുട്ടി, TH അരുൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ആൽഫ പാലിയേറ്റീവ് കെയർ മതിലകം ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ആൽഫ പ്രസിഡന്റ് ബഷീർ പന്തൽ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഡോക്ടർ ജോസ്, ഷംസുദ്ദീൻ പുതിയ വീട്ടിൽ, മൊയ്തീൻകുട്ടി പുതിയ വീട്ടിൽ, സുർജിത് സുഗതൻ എന്നിവർ സംസാരിച്ചു. ആർ ഇന്ദ്രനാഥ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആർ ഇന്ദ്രനാഥ് അനുസ്മരണവും ഫാസിസ്റ്റ് കാലത്തെ കലയും കലാകാരന്മാരും എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു. കൺവീനർ ഖാൻ ജൂലിയറ്റ് അധ്യക്ഷനായി. പ്രഭ പ്രമീള, ഷൈജൻ ശ്രീവത്സം, ആശ ചൂലൂർ, എ വി സദാനന്ദൻ, കെ ജി സുരേന്ദ്രൻ, പി എൻ പ്രാവിൻ, പി സി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാതെ ഇതൊരു മതരാഷ്ട്രമല്ല. ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥാനാർബുദം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ രൂപപ്പെടുത്തിയതിന് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെട്ട മലയാളി ഗവേഷക സംഘത്തിന് US പേറ്റന്റ് ലഭിച്ചു. പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം കോൺസ്റ്റബിൾ വടക്കാഞ്ചേരി മുള്ളൂർക്കര കീഴൂപ്പാടത്ത് രഞ്ജിത്താണ് സംഘത്തിലെ പോലീസ് സാന്നിധ്യം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ബിരുദം നേടിയ ശേഷം സിമെറ്റിൽ സീനിയർ റിസർച്ച് ഫെലോ ആയി ജോലി ചെയ്യുമ്പോഴാണ് രഞ്ജിത്ത് ഗവേഷണത്തിൽ പങ്കാളിയായത്. സ്തനത്തിലെ താപവ്യതിയാനം അടിസ്ഥാനമാക്കി അർബുദം കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ഇവർ രൂപപ്പെടുത്തിയത്. തൃശൂർ വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റായി PK ജലീലിനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അഖില സുധാകരനെയും തെരഞ്ഞെടുത്തു. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി TS പട്ടാഭിരാമൻ 15-അംഗ എക്സിക്യൂട്ടീവ് അംഗ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. വൈസ് പ്രസിഡന്റ് സുശീൽ മാറാത്ത്, ജോയിന്റ് സെക്രട്ടറി PK ഇബ്രാഹിം, ട്രഷറർ പോൾ മാളിയേക്കൽ, മീഡിയ അഡ്വൈസർ MM അബ്ദുൾ റസാഖ് എന്നിവരടങ്ങുന്നതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ റീസ് വടാശ്ശേരി, കൈക്കാരന്മാരായ ജെയിംസ് എലുവത്തിങ്കൽ, ഡിറ്റോ ജോയ് എലുവത്തിങ്കൽ, ജനറൽ കൺവീനർ ജോസഫ് കൊമ്പൻ എന്നിവർ സന്നിഹിതരായി. ഈ മാസം 20, 21 തീയതികളിലായാണ് തിരുനാൾ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വേലൂർ വെങ്ങിലശ്ശേരി ചേർത്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മൊണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സർപ്പബലിയും ക്ഷേത്ര വിശേഷാൽ സർപ്പപൂജയും പാതിരക്കുന്ന് രുദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ചേലക്കര കായാമ്പൂവത്തിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂൺ റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും KSB ഉദ്യോഗസ്ഥരും ചേർന്ന് വൈദ്യുതി പോസ്റ്റ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എളവള്ളി പഞ്ചായത്തിൽ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ലീന ശ്രീകുമാർ, KD വിഷ്ണു, TC മോഹനൻ, PM അബു തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടുതലിനെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, നേതാക്കളായ സജയ് വൈരപ്പിള്ളി, മണി കാവുങ്ങൽ, KK രാജേന്ദ്രൻ, സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കം. കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് രമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. AC സുരേഷ്, VV ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ 250-ൽ പരം കലാകാരന്മാരെ അണിനിരത്തി അവതരിപ്പിച്ച പാതുവ സൂര്യൻ എന്ന നാടകം അരങ്ങിലെത്തി. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മാർട്ടിൻ ചാലിശ്ശേരിയും സഹസംവിധായകൻ ജയൻ അവണൂരുമാണ്. നാടകത്തിൽ പ്രധാന വേഷമിട്ടത് വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളിയാണ്. വെൺമനാട്
തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനും കാർത്തിക വേലയ്ക്കും കൊടിയേറി. മേൽശാന്തി സൂര്യനാരായണ ഭട്ട് കാർമ്മികനായി. കമ്മിറ്റി ഭാരവാഹികളായ കെ കണ്ണൻ, ബാബു മേൽവീട്ടിൽ, ടി വാസു, PS പ്രേമൻ എന്നിവർ നേതൃത്വം നൽകി. 19, 20 തീയതികളിലാണ് ഉത്സവം. 19 ഉച്ചതിരിഞ്ഞ് 2:30 ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വടകുറുമ്പക്കാവ് ദുർഗാദാസൻ തിടമ്പേറ്റും. പഞ്ചവാദ്യത്തിന് എളവള്ളി സുരേന്ദ്രനും സംഘവും നേതൃത്വം നൽകും. വൈകിട്ട് 5 നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ 8 ഗജവീരന്മാർ അണിനിരക്കും. 20 കാർത്തികവേല നടക്കും. പന്നിത്തടം കോൺകോടി സ്കൂളിൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ നാഷണൽ റഫറി KA റസീം, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ് വ്യൂ ഹൈജംപ് ഗോൾഡ് മെഡലിസ്റ്റ് KH സാലിഹ, നാഷണൽ സ്കൂൾ ഗെയിം മെഡലിസ്റ്റുമായ VU ജിഷ്ണ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, മുൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, സ്കൂൾ മാനേജർ RM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച. 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും മോഷണം പോയി. തയ്യൂർ സുരേഷിന്റെ വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ബെഡിൽ താഴെ വച്ചിരുന്ന 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഇന്നലെ സുരേഷും കുടുംബവും മാളയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ഇന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ. 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. പുല്ലൂർ പൊതുമ്പുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉരിയാട് കായലിൽ നിന്നും പുല്ലൂർ പൊതുമ്പുചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. കുണ്ടന്നൂരിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. 16 വളർത്തുകോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി തൂണുകൾ ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. KECB കരാർ ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.